നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഗാൽവാസ് തിയറി ഉണ്ട്. അത് നമ്മൾ അസാപ്പ് വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗാൽവാസ് തിയറി അതിൽ ഉണ്ട് അഥവാ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അസാപ്പിൻ്റെ ഇതിൽ നിന്നും എടുത്താൽ മതി. ഗാൽവാസ് ആൾജിബ്ര 2 എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ അസാപ്പ് കേരള എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതുവഴി എന്ത് ചെയ്യും, ഹയർ എഡ്യൂക്കേഷൻ അസാപ്പിലുണ്ട് എന്തുണ്ട്, ഗാൽവാസ് തിയറിയും ഗാൽവാസ് ഇല്ലുസ്ട്രേഷനും ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ 2 സെക്ഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത് നോക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻസ്, അപ്പോൾ നമ്മൾ സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷനിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും സൈക്ലോട്ടോമിക് ഫീൽഡ്, അതുപോലെ തന്നെ സൈക്ലോട്ടോമിക് പോളിനോമിയൽ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻസിനെ പറ്റിയിട്ടുമാണ്. നമ്മളൊരു പ്രാവശ്യം കൺസ്ട്രക്ഷൻ പഠിച്ചതാണ്, കൺസ്ട്രക്റ്റബിൾ നമ്പേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട് തൊട്ട് മുമ്പ്. ഓക്കെ, അതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തിൽ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ എന്താ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ കെ എന്ന് പറയുന്ന ഒരു എഫ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്, അത് കെ ആണ്. അത് സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് എങ്കിൽ അങ്ങനത്തെ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഫീൽഡ് എന്തായിരിക്കണം, സ്പ്ലിറ്റിംഗ് ആയിരിക്കണം, സെപ്പറബിൾ. എന്താണ് സെപ്പറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയും ഇൻഡെക്സും ഈക്വൽ ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ സെപ്പറബിൾ എന്ന് പറയുക. അതുപോലെ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമി അല്ലേ ഓവർ ദി ഫീൽഡ് എഫ്, അത് കെയിൽ എന്താവുക, സ്പ്ലിറ്റ് ആവുക, അതായത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുക അല്ലേ. സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ക്യൂവിൻ്റെ മുകളിലുള്ള സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ക്യൂ ഓഫ് റൂട്ട് 2. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x² - 2 അല്ലേ, അതിൻ്റെ സീറോസ് ഏതാ, +or-2 ആണ് വരിക. ദാറ്റ് മീൻസ് x-x² നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂ ഓഫ് റൂട്ട് 2 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ, x² അല്ലേ, x² എന്നുള്ളത് x² - 2 മാറ്റി ചെയ്താൽ x+√2 x-√2 എന്ന് എഴുതാം. അത് രണ്ടും ഏതിൽ, ക്യൂ ഓഫ് റൂട്ട് 2. ക്യൂ ഓഫ് റൂട്ട് 2ൽ ആരൊക്കെ ഉണ്ട്, -√2ഉം √2 ഉണ്ട്. ക്യൂവിൽ ആരില്ല, √2 ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് എന്താണ്, അത് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം ക്യൂ ഓഫ് റൂട്ട് 2 എന്താണ്, സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. ഓക്കെ, ക്യൂവിൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. അതേ മോഡലിൽ തന്നെ ഓക്കെ. അപ്പോൾ സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡിനെയാണ് നമ്മൾ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് x⁻n−1, വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. ഓവർ ദി ഫീൽഡ് എഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്ലിറ്റിംഗ് ഫീൽഡ്. ഏതിൻ്റെ, x⁻n−1ൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡിനെയാണ് നമ്മൾ nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതിൻ്റെ, x⁻n−1ൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത്, nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, x⁻n−1 -1 എന്നാണ്, ഒരിക്കലും 2 അല്ല, അപ്പം വേറെ ആണ്. ഓക്കെ, ഇതെന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് അല്ലേ, യൂണിറ്റിയാണ്, അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറയുക, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ ഇനി ഡിസ്കസ് ചെയ്യുന്നത് nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ, അതുപോലെ nth സൈക്ലോട്ടോമിക് പോളിനോമിയലിനെ പറ്റിയിട്ടാണ്. അപ്പം അടുത്തത് ഒരു പോളിനോമിയൽ ഏത് മോഡലാണ്, ക്യാപിറ്റൽ ഫൈ സഫിക്സ് n അല്ലേ. ഇവിടെ കൊടുത്തത് നോക്കുക, πi i = 1 to ഇതെന്താ, ഓയിലർ ഫൈ ഫംഗ്ഷനാണ് അല്ലേ, ഓയിലർ ഫൈ ഫംഗ്ഷൻ അല്ലേ, φ ഓഫ് n. ഇതെന്താണ്, ഓയിലർ ഫൈ ഫംഗ്ഷൻ്റെ ഫൈ എന്താണ്, ലോവർ കേസ് ഫൈയും ഇവിടെ തന്നത് അപ്പർ കേസ് ഫൈ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്, സത്യത്തിൽ അങ്ങനെ റോങ് ആണ്. അപ്പർ കേസ് ഫൈ സഫിക്സ് n ഓഫ് x = πi i = 1 to ലോവർ കേസ് ഫൈ ഓഫ് n, അതായത് ഓയിലർ ഫൈ ഫംഗ്ഷൻ ഓഫ് n.
ഓക്കെ, എന്താണ് ഓയിലർ ഫൈവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലേ, എന്നിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് നമ്പേഴ്സ് അല്ലേ വിത്ത് റിലേറ്റീവ്ലി പ്രൈം ടു n, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓയിലർ ഫൈവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് എത്ര എണ്ണം ഉണ്ടോ, അതായത് എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എന്നിനേക്കാട്ടിലും താഴെ ഉള്ള എത്ര എലമെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഓയിലർ ഫൈവ് ഫംഗ്ഷൻ. നമ്പർ തിയറി ഫസ്റ്റ് സെമ്മിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അപ്പം എക്സ് മൈനസ് ആൽഫ ഐ, വേർ ആൽഫ ഐ ഈസ് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി. പ്രിമിറ്റീവ് nth റൂട്ട് എന്തായിരുന്നു? പ്രിമിറ്റീവ് nth റൂട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആൽഫ ഐ റേസ് ടു n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആൽഫ ഐ റേസ് ടു n എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 1 ആണ് എങ്കിൽ അതിനെയാണ് പ്രിമിറ്റീവ് nth റൂട്ട്. അതിലേക്കും ചെറിയ എന്നിനേക്കാട്ടിലും ചെറിയൊരു സംഖ്യ എടുത്തു, എം എന്ന് പറയുന്ന വേറൊരു സംഖ്യ എടുത്തിട്ടുണ്ടെങ്കിൽ ആൽഫ ഐ റേസ് ടു എം ഒരിക്കലും എന്താവില്ല, 1 ആവില്ല. അതിൻ്റെ മുകളിലേക്കുള്ളതൊക്കെ ആവും, പക്ഷേ എന്നിൻ്റെ മുകളിലേക്ക് ആവാം, പക്ഷെങ്കിൽ താഴത്തുള്ള ഒരു എലമെൻറ്റ് മിനിമലായിരിക്കും n എപ്പോഴും. ഓക്കെ, അങ്ങനെ എടുത്താൽ മതി. ആൽഫ ഐ റേസ് ടു n ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും. അതിനെയാണ് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനെയാണ്, ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഫംഗ്ഷനെയാണ് nth സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് i ഈക്വൽ ടു 1 to 5 ഓഫ് n ആണ്. ഓയിലർ ഫൈവ് ഫംഗ്ഷനാണ് ഇത്. ലോബ് അപ്പർ കേസ് 5 ആണ്, തെറ്റിക്കരുത്. ഓക്കെ, 5 സഫിക്സ് n ഓഫ് x ഈക്വൽ ടു pi ഈക്വൽ ടു 1 to 5 ഓഫ് n. എക്സ് മൈനസ് ആൽഫ ഐ, ആൽഫ ഈസ് nth പ്രിമിറ്റീവ് റൂട്ട്. ഓക്കെ, ഓവർ ദി ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ അതിന് ഈ പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, nth സൈക്ലോട്ടോമിക് പോളിനോമിയൽ ഓവർ ദി ഫീൽഡ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എക്സാമ്പിളാണ്. അപ്പം കോസ് 2π/n പ്ലസ് ഐ സൈ 2π/n, അതെന്താണ്, പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റിക്ക് എക്സാമ്പിളാണ്. പ്രിമിറ്റീവ് nth റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിന് ഇവിടെ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഓരോന്ന് കിട്ടും. പ്രിമിറ്റീവ് 2th റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്നിന് 2 കൊടുക്കാം. പ്രിമിറ്റീവ് 1 റൂട്ട് എന്ന് പറഞ്ഞാൽ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റൂട്ട് ഓഫ് യൂണിറ്റി കിട്ടി. 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3rd റൂട്ട് ഓഫ് യൂണിറ്റി, 4 കൊടുത്തിട്ടുണ്ടെങ്കിൽ 4th റൂട്ട് ഓഫ് യൂണിറ്റി, 8 കൊടുത്തിട്ടുണ്ടെങ്കിൽ 8th റൂട്ട് ഓഫ് യൂണിറ്റി. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇതിനെ സീറ്റനെ കൊണ്ടാണ് ചിലപ്പോൾ നൊട്ടേറ്റ് ചെയ്യാറുള്ളത്, സീറ്റ അല്ലെങ്കിൽ സൈ. ചില ഓതേഴ്സ് സൈ ഉപയോഗിക്കാറുണ്ട്, ചിലർ സീറ്റ സീറ്റ ഉപയോഗിക്കാറുണ്ട്. അത് രണ്ടും ഉപയോഗിക്കാം, ആസ് യു ലൈക്ക്. ചിലർ സീറ്റ ഉപയോഗിക്കും, ചിലർ സൈ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സൈ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതെന്താണ്, ഒരു പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റിയാണ്. അതെങ്ങനെ പ്രിമിറ്റീവ് nth റൂട്ട് ആവും എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിന് കോസ് nth റൂട്ട് ആവണമെങ്കിൽ ഈക്വൽ ടു 1 ആവണം അല്ലേ. കോസ് 2π/n പ്ലസ് ഐ സൈൻ 2π/n ഹോൾ റേസ് ടു n. ഇത് നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെന്തായി മാറും, ഈ എന്നിനെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. അതായത് കോസ് n 2π/n പ്ലസ് ഐ സൈൻ n 2π/n എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ എന്നും ക്യാൻസലായി പോവും. അപ്പോൾ എന്താണ്, കോസ് 2πi പ്ലസ് ഐ സൈൻ 2πi. സൈൻ 2πi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0, അപ്പം 0 ഇൻറ്റു അയട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അയട്ട എന്ന് പറയാറുണ്ട്, ചിലർ ഐ എന്ന് പറയാറുണ്ട്, രണ്ടും സെയിം ആണ്. ഓക്കെ, അയട്ടാണ് ഏറ്റവും നല്ലത്. അയട്ട ഇൻറ്റു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0, ദെൻ യു വിൽ ഗെറ്റ് കോസ് 2π, ദാറ്റ് ഈസ് കോസ് 2π. വാല്യൂ എന്താണ്, 1. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടി, ഇതെന്താണ്, പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി. എന്തുകൊണ്ട്, കാരണം ഇതിലേക്കും ചെറിയൊരു സംഖ്യ എടുത്തു. എം എന്ന് പറയുന്ന വേറൊരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, കോസ് 2π കിട്ടുമോ നമുക്ക്. ഓക്കെ, സൈൻ 2π കിട്ടുമോ, നോട്ട് പോസിബിൾ. അപ്പോൾ നമുക്ക് അത് പോസിബിൾ അല്ല. ഇത് ഓക്കെയാണ്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റിക്ക് എക്സാമ്പിളാണ്. ഇപ്പം നിങ്ങളോട് പറഞ്ഞു
ഇപ്പോൾ എക്സാമിന് ചോദിക്കാം, ഇപ്പം പ്രിമിറ്റീവ് 8th റൂട്ട് ഓഫ് യൂണിറ്റ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. cos 2π/8 കൊടുത്താൽ മതി. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 8 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പ്രിമിറ്റീവ് 8th റൂട്ട് ഓഫ് യൂണിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം അതിന് എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രിമിറ്റീവ് 8th റൂട്ട് ഓഫ് യൂണിറ്റി ഇൻ സി എന്ന് പറയുന്നത് എന്താണ്? zeta = cos 2π/8 + i sin 2π/8 which is equal to, അതിനെ നമുക്ക് ചെയ്യാം 2 ക്യാൻസൽ വിത്ത് 8, അപ്പോൾ എന്ത് കിട്ടും? 4 അല്ലേ? അപ്പോൾ cos π/4 + i sin π/4. ഓക്കെ, π/4 cos π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/√2 isn't it അല്ലേ? അപ്പോൾ 1/√2 പ്ലസ് ആയട്ട 1/√2 sin π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടി പ്രിമിറ്റീവ് 8th റൂട്ട് ഓഫ് യൂണിറ്റിക്ക് എക്സാമ്പിൾ 8th റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1/√2 പ്ലസ് ആയട്ട 1/√2 ഇൻ സി. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ജനറൽ ഫോം nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ജനറലായിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഏത് 100th റൂട്ട് ഓഫ് യൂണിറ്റി എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പം ഈ കിട്ടിയ സംഭവത്തിൽ നിന്നും സീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇവിടെ ശ്രദ്ധിക്കണം? സീറ്റ എന്ന് പറയുന്നത് ഇതാ cos 2π/8 പ്ലസ് i sin 2π/8. ഇതാ അല്ലെങ്കിൽ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് 1/√2 പ്ലസ് ആയട്ട 1/√2 അല്ലേ? പ്രിമിറ്റീവ് റൂട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രൈമിനെ തൊട്ട് മുകളിൽ φ(n) ഓയിലർ ഫൈ ഫംഗ്ഷൻ വെച്ചിട്ട്, അതായത് ഇതിനെ റിലേറ്റീവ്ലി പ്രൈമായിട്ട് 8നോട് റിലേറ്റീവ്ലി പ്രൈമായിട്ടൊക്കെ ഉള്ളതൊക്കെ എലമെൻറ്റുകളൊക്കെ എന്തായിരിക്കും? പവേഴ്സ് ആയിട്ടുള്ള എലമെൻറ്റുകളൊക്കെ എന്തായിരിക്കും? പ്രിമിറ്റീവ് 8th റൂട്ടായിരിക്കും. അതായത് ദാറ്റ് ഈസ് സീറ്റാർ അല്ലേ? ഇപ്പം റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ സീറ്റ അല്ലേ? 8നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആളുകൾ ആരൊക്കെ വരിക? 1 വരും, 3 വരും, 5 വരും, 7 വരും. 8ൻ്റെ താഴെയുള്ള റിലേറ്റീവ്ലി 8നോട് റിലേറ്റീവ് പ്രൈം ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവരൊക്കെ എന്താണ് സത്യത്തിൽ? പ്രിമിറ്റീവ് 8th റൂട്ട് ഓഫ് സീറ്റ വരും, zeta⁻3 വരും, zeta⁵5 വരും, zeta⁻7 വരും. ഓക്കെ, ഇവരൊക്കെ എന്താണ്? ഈ ആളുകളൊക്കെ ഇതൊക്കെ എന്താണ്? zeta എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ zeta⁻1 ആണ്. ദാറ്റ് മീൻസ് GCD ഓഫ് 1,8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. GCD ഓഫ് 3,8 = എന്താണ്? 1 ആണ്. GCD ഓഫ് 5,8 എന്താണ്? 1 ആണ്. GCD ഓഫ് 7,8 എന്താണ്? 1 ആണ്. ദാറ്റ് മീൻസ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഓയിലർ ഫൈ ഫംഗ്ഷൻ നമ്പർ ഓഫ് അത്ര എലമെൻസുകൾ എന്തായിരിക്കും? പ്രിമിറ്റീവ് 8th റൂട്ട് ഓഫ് യൂണിറ്റ് ആയിരിക്കും. അതായത് φ(8) എന്തായിരിക്കും? എലമെൻസുകൾ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ റിസൾട്ടായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ നിന്ന് പലതും പഠിക്കണം. അപ്പം zeta⁵, zeta⁵5, zeta⁵7 ഇവരെന്തായിരിക്കും സത്യത്തിൽ? പ്രിമിറ്റീവ് 8th റൂട്ട് ഓഫ് യൂണിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇവർ എന്തുമായിരിക്കും? കോൺജുഗേറ്റും ആയിരിക്കും. സീറ്റൻ്റെ കോൺജുഗേറ്റുകളായിരിക്കും ആരൊക്കെ? ഈ ബാക്കി 3 കുഞ്ഞാപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അത് നമ്മൾ മുമ്പത്തെ, അതായത് സെക്കൻഡ് മൊഡ്യൂളിലാണെന്ന് തോന്നുന്നു, പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി. നമ്മളുടെ എനിക്ക് തോന്നുന്നത് ഏകദേശം അവിടെ ആ സ്ഥലത്താണ് നമ്മൾ സത്യത്തിൽ അവസാനമായിട്ട് ക്ലാസ് മാർച്ച് ഭാഗത്ത് കഴിഞ്ഞത് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്ക് ഏകദേശം തോന്നുന്നു കേട്ടോ, ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്, സീറ്റിനെ പറ്റിയിട്ടല്ല, പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റിയും അതുപോലെ തന്നെ അത് വരുന്ന സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓയിലർ ഫൈ ഫംഗ്ഷനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പം പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി. അപ്പോൾ ഇത്രയും സാധനങ്ങളും എന്താണ്? 8th റൂട്ട് ഓഫ് യൂണിറ്റിക്ക് എക്സാമ്പിളാണ്. ഇനി നമുക്കറിയാം എന്താണ് nth സൈക്ലോട്ടോമിക് അല്ലേ? 8th അല്ലേ? നമുക്ക് nth സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ് അല്ലേ? അപ്പർ കേസ് φ ഓഫ് അല്ലേ? φ(n) ഓഫ് x = πi = 1 to φ(n) ഓഫ് അല്ലേ x മൈനസ് ആൽഫ ഐ. അപ്പം ഇനി ആൽഫ ഐസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ആരാണ്? സീറ്റ, അടുത്ത zeta⁵, അടുത്ത ആരാ? zeta⁵5, അടുത്ത എന്താണ്? zeta⁵7. കാരണം എന്താണ്? ആൽഫ ഐസ് ആർ nth പ്രിമിറ്റീവ് റൂട്ട്, അതായത് 8th പ്രിമിറ്റീവ് റൂട്ടുകളാണ് ഇവർ എല്ലാവരും. അതെങ്ങനെ 8th പ്രിമിറ്റീവ് റൂട്ട് കാണുക? അതായത് സീറ്റ കിട്ടിയിട്ടുണ്ട് എങ്കിൽ 8 ആണ് നമ്മളുടെ എന്ത് സംഭവം? 8 ആണ് നമ്മളുടെ ടാർഗറ്റ് എങ്കിൽ 8നോട്
റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള അത് 8ൻ്റെ താഴെയുള്ള എലമെൻറ്റുകളെ എടുത്താൽ മതി. അതിൻ്റെ പവേഴ്സുകൾ സീറ്റൻ്റെ പവേഴ്സുകളായിരിക്കും ഇത് പ്രിമിറ്റീവ് 8th റൂട്ട് ഓഫ് യൂണിറ്റ് വരിക. ഓക്കെ, അപ്പം ഇവിടെ സീറ്റ അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി 5 അല്ലേ ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആര് വരും? എക്സ് മൈനസ് സീറ്റ ഇൻറ്റു എക്സ് മൈനസ് സീറ്റ ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് സീറ്റ റേസ് ടു 5 ഇൻറ്റു എക്സ് മൈനസ് സീറ്റ റേസ് ടു 7 വിച്ച് ഇസ് അല്ലേ വേർഡ് ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, കാരണം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാകും എന്താണ്? എക്സ് റേസ് ടു 4 + 1, കാരണം ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക എന്താണ്? nth സൈക്ലോട്ടോമിക് പോളിനോമിയലാണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് എക്സ് റേസ് ടു 4 + 1. ഓക്കെ, ഇത് സൊല്യൂഷൻ കണ്ടാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, ചെയ്തിട്ട് കാണുക, എന്നാൽ കിട്ടുക നമുക്ക് +1 ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക. ഇനി ഇതേ മോഡലിൽ തന്നെ നമുക്ക് അടുത്ത ഡെഫിനിഷൻ, അതായത് കെ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ. നോർമൽ എക്സ്റ്റൻഷൻ എന്താണെന്ന് അറിയാലോ? ഓക്കെ, സെപ്പറബിൾ ഫൈനൈറ്റ് സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡിനെയാണ് നോർമൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഫീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ ജി ഓഫ് കെ ഓവർ എഫ് അല്ലേ, ജി ഓഫ് കെ ഓവർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഓഫ് കെ ഓവർ ദി ഫീൽഡ് എഫ് അല്ലേ, അല്ലെങ്കിൽ ലീവിങ് എഫ് ഫിക്സ്ഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഓഫ് കെ ലീവിങ് എഫ് ഫിക്സ്ഡ്. അതിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ലീവിങ് എഫ് ഫിക്സ്ഡ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഓഫ് കെ ലീവിങ് എഫ് ഫിക്സ്ഡ്, അതിനെയാണ് ജി ഓഫ് കെ ഓവർ എഫ് എന്ന് പറയുന്നത്. അതിലുള്ള എലമെൻസുകൾ എന്താണ്? ഗ്രൂപ്പായിരിക്കും അതുണ്ടാവുക. അത് നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് അല്ലേ, അത് ഏതിൻ്റെ സബ് ഗ്രൂപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പെർമ്യൂട്ടേഷൻ്റെ സബ് ഗ്രൂപ്പാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓട്ടെ, അപ്പം നമ്മൾ ഈ ഗ്രൂപ്പ് അങ്ങനെയാണ് എങ്കിൽ നമ്മൾ കെ എന്ന് പറയുന്നത് നോർമൽ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആണ് എങ്കിൽ ജി ഓഫ് കെ ഓവർ എഫിനെ നമ്മൾ പറയുന്ന പേരാണ് ഗാൽവാസ് ഗ്രൂപ്പ് ഓഫ് കെ ഓവർ എഫ്. ഓക്കെ, ഗാലോയിസ് എന്നാണ് എഴുതുക. അദ്ദേഹം ഒരു അല്ലേ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ്. ഗാൽവാസ് എന്നാണ് വായിക്കുക, പ്രൊനൗൺസിയേഷൻ. ഓക്കെ, പ്രൊനൗൺസിയേഷൻ പറയുന്നത് പ്രൊനൗൺസിയേഷൻ പ്രകാരം ഗാൽവാസ് എന്നാണ് പറയുക. ചിലവർ ഗാലോയിസ് എന്ന് പറയാറുണ്ട്. കുഴപ്പമില്ല, കാരണം എന്തുകൊണ്ട് വെച്ചാൽ പഠിക്കുന്നതിനനുസരിച്ച് എൻ്റെ അടുത്തും തെറ്റ് പറ്റും, നമ്മളെ അടുത്തും പലരടുത്തും തെറ്റ് പറ്റായില്ല. കാരണം മാത്സുകാർക്ക് പ്രത്യേകിച്ച്, കാരണം മാത്സുകാർക്ക് ഇംഗ്ലീഷ് അത്ര വലിയ ഇഷ്ടമില്ലാത്ത വിഷയമാണ്. ഓക്കെ, ഗാൽവാസ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് റിസൾട്ടാണ്. ഒരു ഗാൽവാസ് ഗ്രൂപ്പ് നമ്മൾ എന്തുകൊണ്ടാണ് ഗാൽവാസ് ഗ്രൂപ്പ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് കെ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് ആ കൺസെപ്റ്റ്സിൽ നിന്നാണ് നമ്മൾ ഗാൽവാസ് ഗ്രൂപ്പിലേക്ക് പ്രത്യേകിച്ച് കിടക്കുക. അപ്പം ഇനി അടുത്തത് ഗാൽവാസ് ഗ്രൂപ്പ് ഓഫ് nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ. ഓക്കെ, ഒരു എക്സ്റ്റൻഷൻ സെപ്പറബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ആണെങ്കിൽ അതൊരു നോർമൽ അല്ലേ സ്പ്ലിറ്റിംഗ് എക്സ്റ്റൻഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ ഗാൽവാസ് ഗ്രൂപ്പ് ഓഫ് nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ ആരാണ്? റാഷണൽ നമ്പർ അല്ലേ, ഫീൽഡ് ഓഫ് റാഷണൽ നമ്പേഴ്സ് അല്ലേ, ഹാസ് 5 ഓഫ് n എലമെൻറ്റ്സ്. അതായത് ഗാൽവാസ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഗാൽവാസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസ് ആണ്. അത് എത്ര എണ്ണ ഉണ്ടാകുക? ഓയിലർ 5 ഫംഗ്ഷൻ ഓഫ് n ഉണ്ടാവുള്ളൂ, അത്ര എലമെൻറ്റുകളെ അതിലുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വിച്ച് ഈസ് ഐസോമോർഫിക് ടു ദി ഗ്രൂപ്പ് ഓഫ് കൺസിസ്റ്റിംഗ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ n റിലേറ്റീവ്ലി പ്രൈം ടു n. പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് എന്നിനെയും കാട്ടിലും ചെറുതായിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ എന്തായിരിക്കും? അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n, അതൊരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വെച്ച് ദാറ്റ് അതിലുള്ള എലമെൻറ്റ്സ്, ഈ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന എലമെൻറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻറ്റിജേഴ്സ് എന്നിനെയും കാട്ടിൽ ചെറിയ ഇൻറ്റിജേഴ്സ് അത് റിലേറ്റീവ്ലി പ്രൈം ടു n ആയിരിക്കും. അതുപോലെ അതെന്താണ്? അണ്ടർ ദി മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n. ആ ഗ്രൂപ്പിന് എന്തായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റാണ്. ഈ തിയറി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തിയറി കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്തൊരു കൊറോളറി ഡിസ്കസ് ചെയ്യാണ്ട് ഇതിന് പ്രൂഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. ഓക്കെ,
കൊറോളറി അപ്പം ഗാൽവാസ് ഗ്രൂപ്പ് പീത്ത് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ്റെ അല്ലേ ക്യൂ എന്ന് പറയുന്ന ഫീൽഡ്, ക്യൂ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് അല്ലേ. അപ്പം പീത്ത് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ, ക്യൂവിൻ്റെ പീത്ത് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ അല്ലേ ഗാൽവാസ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതെന്താണ് സൈക്ലിക് ഓഫ് ഓർഡർ P-1 ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതായത് P-1 എലമെൻ്റ് ഉള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. തൊട്ട് മുകളിലുള്ള തിയറം പറഞ്ഞിട്ടുണ്ട്, ആ ഗാൽവാസ് ഗ്രൂപ്പിൽ അല്ലേ സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ്റെ ഗാൽവാസ് ഗ്രൂപ്പിൽ 5 എലമെൻറ്റ്സ് ആണ് ഉണ്ടാകുക. ദാറ്റ് മീൻസ് ഇവിടെ P എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പം P ആണ് അവിടുത്തെ എന്ത് അല്ലേ പ്രൈം ആണുള്ളത് അപ്പം സൈക്ലിക് അല്ലേ പീത്ത് സൈക്ലോട്ടോമിക് ആണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ക്യാരക്ടർ ഫോർ എ പ്രൈം സൈക്ലിക് അല്ലേ. ഓക്കെ, ഇവിടെ P എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്, പീത്ത് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഓയിലർ 5 ഫംഗ്ഷൻ പ്രകാരം P-1 ആണ്. കാരണം എന്തുകൊണ്ട് P ഈസ് എ പ്രൈം നമ്പർ. അപ്പോൾ അതിൻ്റെ താഴത്തുള്ള എല്ലാ എലിമെൻറ്റുകളും റിലേറ്റീവ്ലി പ്രൈം ടു n ആണ്. അങ്ങനത്തെ എത്ര എലിമെൻറ്റുകൾ ഉണ്ടാവും P കൂട്ടാതെ റിലേറ്റീവ്ലി പ്രൈം ടു P ആയിട്ടുള്ള എലിമെൻറ്റ് P-1 എലിമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പം P-1 ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞു, ആ ഗാൽവാസ് ഗ്രൂപ്പിലെ ഓർഡർ കിട്ടി. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഒരു കാര്യം കൂടിയേ ഉള്ളൂ, ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ P-1 എലമെൻറ്റ്സ് ഉള്ള ഒരു ഇതിന് ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിന് നമുക്ക് ZP അല്ലേ ZP സ്റ്റാർ അല്ലേ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ, സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ എലമെൻറ്റ്സ് അല്ലേ. ZP സ്റ്റാറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ എലമെൻറ്റ്സ് അല്ലേ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. ഇതെന്താണ് ZP മോഡുലോ അല്ലേ, P മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ P ആണിത് സത്യത്തിൽ. ഓക്കെ, അപ്പോൾ ഈയിലുള്ള എലമെൻ്റ് എന്താണ്, ഇതെന്താണ് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് ആണോ, ആണ്. ഇതിലുള്ള എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, 0 വെച്ചിട്ടുള്ള P വരെയുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. 1 to P എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. 1 to P-1 എലമെൻറ്റ്സ് വരെ ഉണ്ടാവും. 0 മുതലാണെങ്കിൽ P എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പം ZP സ്റ്റാറിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, P-1 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇതൊരു സൈക്ലിക് ഗ്രൂപ്പാണ്. അറിയൂ അണ്ടർസ്റ്റുഡ്. ഇതിന് ഐസോമോർഫിക് ആയിരിക്കും ആര്, ഗാൽവാസ് ഗ്രൂപ്പ് പീത്ത് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ്റെ. അങ്ങനെയാണ് എങ്കിൽ ഇതെന്താണ് സൈക്ലിക് ആയതുകൊണ്ട് അതേ സ്വഭാവം ആർക്കും ഉണ്ടായിരിക്കും, ഗാൽവാസ് ഗ്രൂപ്പിനും ഉണ്ടായിരിക്കും. therefore that is proof. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കൺസ്ട്രക്റ്റബിൾ പോളിഗൺസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു, അതായത് ഒരു സ്കെയിലും അല്ലേ സ്ട്രൈറ്റ് എഡ്ജ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സ്കെയിൽ അല്ലെങ്കിൽ അല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലും അതുപോലെ ഒരു കോമ്പസും ഉണ്ട് എങ്കിൽ നമുക്ക് പല നമ്പേഴ്സുകളും കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അതിൻ്റെ മെത്തേഡുകളൊക്കെ നമുക്കറിയാം. ഓക്കെ, അതേ മോഡലിൽ തന്നെ പോളിഗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദങ്ങളാണോ ബഹുഭുജങ്ങൾ അല്ലേ ബഹുഭുജങ്ങൾ അങ്ങനെ പറയാറുണ്ട്. പണ്ട് നമ്മൾ പഠിച്ചതാണ് പെൻറ്റഗൺ, ഹെക്സഗൺ അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, നമ്മൾ ഇവിടെ സത്യത്തിൽ കൺസ്ട്രക്റ്റബിൾ റെഗുലർ പോളിഗൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിലൊരു കാര്യം പറയാനുള്ളത് ഫെർമാറ്റ് പ്രൈമിനെ പറ്റിയിട്ട് പറയണം. എന്താണ് ഫെർമാറ്റ് പ്രൈം എന്നുള്ളതാണ്. അതായത് 2 raised to k ഓക്കെ 2 raised to k + 1 എന്ന് പറയുന്ന മോഡലിലുള്ള എലമെൻസിനെയാണ് നമ്മൾ ഫെർമാറ്റ് പ്രൈം, അങ്ങനത്തെ പ്രൈം നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫെർമാറ്റ് പ്രൈം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അതായത് 2 raised to k + 1 എന്ന് പറയുന്ന മോഡലുള്ള എലമെൻറ്റുകളെ പ്രൈം നമ്പറുകളെയാണ് നമ്മൾ ഫെർമാറ്റ് പ്രൈം എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് കേക്ക് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, കേക്ക് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 raised to 0 എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 + 1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോരോ വാല്യൂസും ഇവിടെ എന്ത് ചെയ്യും കിട്ടും. അതുപോലെ തന്നെ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 വരും, അപ്പോൾ 2 raised to 4 + 1 5. അതുപോലെ തന്നെ 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് 17
അടുത്ത പ്രൈം നമ്പർ കിട്ടുന്നത് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് 257 എക്സെട്ര എക്സെട്ര. അപ്പം ഇതിനെയാണ് ഈ 3. അപ്പം ആദ്യത്തെ ഇത് നിങ്ങൾ ആദ്യം 3, 5, 17, 257 ഈ 4 നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പം ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫർമാറ്റ് പ്രൈം എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്റ്റബിൾ ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റെഗുലർ എൻഗൺ കൺസ്ട്രക്റ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാൻ കഴിയണം എന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ കഴിയണം എന്നുണ്ട് എങ്കിൽ വിത്ത് എ കോമ്പസ് ആൻഡ് സ്ട്രൈറ്റ് എഡ്ജ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു കോമ്പസിനെ കൊണ്ടും ഒരു സ്കെയിലിനെ കൊണ്ടും നമുക്ക് വരയ്ക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഈഫ് ഓൾ ദി ഓഡ് പ്രൈംസ് എന്നിൻ്റെ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ അറിയാം, ഡിവൈഡിങ് എൻ എന്നാണ് പറഞ്ഞത്, നമുക്ക് അതിലേക്ക് നല്ലത് എന്നിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിലെ ഓഡ് പ്രൈമുകൾ ഓക്കെ എന്തായിരിക്കണം, ഫർമാറ്റ് പ്രൈമും ആയിരിക്കണം. അതുപോലെ അത് മാത്രം പോരാ, ഫർമാറ്റ് പ്രൈം ആയാൽ മാത്രം പോരാ, പക്ഷെ എന്തും കൂടി ആവണം, അതിൻ്റെ സ്ക്വയർ, ഈ ഓഡ് പ്രൈമിൻ്റെ സ്ക്വയേഴ്സ് ഒരിക്കലും എന്നിന് എന്ത് ചെയ്യാൻ പാടില്ല, ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് എങ്കിൽ നിർബന്ധമായിട്ടും ആ സാധനം എന്തായിരിക്കും, എൻഗൺ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റബിൾ ആയിരിക്കും എന്നുള്ളതാണ് തിയറി. എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇപ്പം റെഗുലർ 6 ഗൺ ഈസ് കൺസ്ട്രക്റ്റബിൾ. ഓക്കെ, എക്സാമ്പിളാണ്. അതെങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. ജസ്റ്റ് 16 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2² അല്ലേ, പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2² അല്ലേ, ഇൻറ്റു 3 ഇൻറ്റു 5. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ 3യും ഇതിൽ ഓഡ് പ്രൈം ഏതാണ്, ഈവൻ പ്രൈമായിട്ട് ഒരു കുഞ്ഞാപ്പ് ഉണ്ടാവുള്ള ആ 2 ആണ്. ഇനി ഓഡ് പ്രൈമിന് എന്തായിരിക്കണം, ഫർമാറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്തും ആയിരിക്കണം, അതിൻ്റെ സ്ക്വയർ ഒരിക്കലും 16 എന്ത് ചെയ്യാൻ പാടില്ല, ഡിവൈഡ് ചെയ്യാനും പാടില്ല. 3 എന്താണ്, ഫർമാറ്റാണ്, നമ്മൾ പഠിച്ചു. 5 എന്താണ്, ഫർമാറ്റാണ്. ഓക്കെ, ദാറ്റ് മീൻ അല്ലേ, അത് രണ്ടും ഫർമാറ്റാണ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്, ഡിവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കണം അല്ലേ, ഡിവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കണം. അതായത് 3ൻ്റെ സ്ക്വയർ എത്രയാണ്, 9 16 ഡിവൈഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അതുപോലെ 5ൻ്റെ സ്ക്വയർ എത്രയാണ്, 25 എന്ത് ചെയ്യൂല, 16 ഡിവൈഡ് ചെയ്യൂല. therefore അതുകൊണ്ട് എന്താണ്, റെഗുലർ 6 ഗൺ ഈസ് കൺസ്ട്രക്റ്റബിൾ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ, റെഗുലർ 7 ഗൺ ഈസ് നോട്ട് കൺസ്ട്രക്റ്റബിൾ. സിമ്പിൾ, എന്തുകൊണ്ട്, ഫർമാറ്റ് അല്ല. ഫർമാറ്റ് ആണെങ്കിലേ ബാക്കിയുള്ള സംഭവം നോക്കേണ്ടിയുള്ളൂ. ഇവിടെ എന്തല്ല, 7 എന്ന് പറയുന്ന പ്രൈം നമ്പറാണ്, പക്ഷെങ്കിൽ എന്തല്ല, പ്രൈം നമ്പറായിട്ട് കാര്യമില്ല, അതെന്തല്ല, ഫർമാറ്റ് പ്രൈം അല്ല. ദാറ്റ് മീൻസ് ഓക്കെ, അതുകൊണ്ട് എന്തല്ല കൺസ്ട്രക്റ്റബിൾ അല്ല. ഇനി അടുത്തത് 18 ഗൺ ഈസ് നോട്ട് കൺസ്ട്രക്റ്റബിൾ. 18 നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, എന്തെന്ന് എഴുതാൻ പറ്റും, 3 × 3 × 2 എന്ന് എഴുതാം അല്ലേ. അവിടുത്തെ ഓഡ് പ്രൈം ഏതാണ്, 3 ആണ്. 3 എന്താണ്, ഫർമാറ്റ് പ്രൈം ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ 3ൻ്റെ സ്ക്വയർ എന്താണ്, 18 ഡിവൈഡ് ചെയ്യും അല്ലേ, ഉണ്ടോ അല്ലേ, ഓക്കെ അല്ലേ. 18ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9 ആണ്, 9 18 ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് എന്തല്ല, കാരണം ഡിവൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ് റിസൾട്ട് പറഞ്ഞത്. അതുകൊണ്ട് എന്തല്ല, 18 ഗണ്ണ് നോട്ട് കൺസ്ട്രക്റ്റബിൾ. ഇത് ചോദിക്കാറുണ്ട്, ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് എക്സസൈസ് ഉണ്ട്. ഓക്കെ, ഇത് ക്വസ്റ്റ്യന് നിങ്ങൾ കാണുക, 5 of n. ഓക്കെ, സൈക്ലോട്ടോമിക് പോളിനോമിയൽ കാണാനുണ്ട്. അടുത്തത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ദി അല്ലേ 5x⁻12 - 1ൻ്റെ എന്ത് കാണണം, സ്പ്ലിറ്റിംഗ് ഫീൽഡും നിങ്ങൾക്ക് കാണണം. എങ്ങനെ കാണുക എന്നുള്ളത് അറിയാലോ, 12 ആണ് തന്നിട്ടുള്ളത്. അപ്പം സൈക്ലോട്ടോമിക് പോളിനോമിയൽ നിങ്ങൾക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം പ്രിമിറ്റീവ് 12th റൂട്ട് ഓഫ് യൂണിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയും. തൊട്ട് മുകളിൽ നമ്മൾ nth റൂട്ട് ഓഫ് യൂണിറ്റിക്ക് ജനറൽ ഫോം കൊടുത്തിട്ടുണ്ട്, അതിൽ 12 കൊടുത്തിട്ട് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവത്തിൽ നിന്ന് 12ന് 5 of 12 എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് കാണുക. 5 of 12 എന്ന് പറഞ്ഞാൽ ഓയിലർ 5 ഫംഗ്ഷൻ ഓഫ് 12. ഓക്കെ,
അത് കാണുക. അപ്പം അത്രയും പ്രൈം നമ്പർ ആയിട്ടുള്ള എലമെൻറ്റുകൾ എടുക്കുക. അത് അതിൻ്റെ എന്തായിരിക്കും, പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റുകളായിരിക്കും ബാക്കിയുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റിംഗ് ഫീൽഡുകൾ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ.